വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ശാലിനിയാണെങ്കിൽ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ശിവൻ വരുന്നുണ്ടല്ലോ, ഒരു നിമിഷം ഒന്ന് നിൽക്കണേന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ശിവൻ ഇറങ്ങി വരുന്നതൊക്കെ. എന്നിട്ട് ശാലിനിയോട് എന്തോ സംസാരിക്കുന്നുണ്ട്, അതായത് അവിടെ ആ ഒരു ജോലിക്ക് നിൽക്കുന്നതിനെക്കുറിച്ചോ എന്തൊക്കെയാണ് ശിവനോട് സംസാരിക്കുന്നത്. ഈ സമയത്ത് ശാലിനി അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ രാഘവൻ നായർ മോനെ വിഷ്ണു എന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങി വരികയാണ്. അന്നേരം നീ ഇവിടെ നിൽക്കുകയാണോ, നമുക്ക് വൈദ്യശാലയിൽ പോകണ്ടേന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ശിവനെ വിളിച്ചുകൊണ്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ്. ശിവൻ രാഘവൻ നായരുടെ കൂടെ എങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം ശാലിനിക്കാണെങ്കിൽ അതിലൊന്നും പറയാനും സാധിക്കുന്നില്ല. ശാലിനി അങ്ങ് അവിടെ കളക്ട്രേറ്റിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷമാണ് കമലിനാണെങ്കിൽ ശിവനോടൊപ്പം പോകുന്നുണ്ട്. സത്യഭാമ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ശാലിനി പറഞ്ഞല്ലോ, എന്ത് വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം, ആരും എതിർത്തൊന്നും പറയില്ല എന്നുള്ളത്. അതിനുശേഷം കമലൻ ശിവനോടൊപ്പം ഇങ്ങനെ ജീപ്പിൽ തന്നെയാണ് അവർ പോകുന്നത്. അവരിങ്ങനെ കുറച്ച് ദൂരം വണ്ടിയിൽ പോകുമ്പോൾ 2-3 പേര് ബൈക്കിൽ വന്നിട്ട് ഇവരിങ്ങനെ ഫോളോ ചെയ്യുന്നിട്ട് എന്നിട്ട് ക്രോസ് ചെയ്ത് കൊണ്ടുവച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. തുടർന്ന് എനിക്ക് തോന്നുന്നു കമലൻ നേരത്തെ ആ പൈസ പിരിക്കാൻ പോയിടത്ത് എന്തോ പ്രശ്നമുണ്ടായതാണെന്ന് തോന്നുന്നു. തുടർന്ന് കമലിനുമായിട്ട് വാക്കുതർക്കമൊക്കെ ഉണ്ടാവുകയാണ്. കമലിനെ അവർ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അടിച്ചിങ്ങനെ തറയിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ കാലങ്ങ് എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് കമ്പോ വാളോ എന്തോ ഇങ്ങനെ ഓങ്ങുന്നുണ്ട്. അന്നേരം അത്രയും നേരം ശിവൻ അത് നോക്കി നിൽക്കുകയായിരുന്നു. പിന്നീട് ശിവനത് തടുക്കുന്നുണ്ട്. അവന്മാരെ വിഷ്ണു കമലിനെ ഏത് സാഹചര്യത്തിൽ നിന്നും രക്ഷിക്കുമല്ലോ, അതുപോലെ ശിവനാണെങ്കിൽ എല്ലാവരെയും അടിച്ച് ഒതുക്കുന്നുണ്ട്. അതെല്ലാം കമലിനിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ആ ഒരു വിഷ്ണു തൻ്റെ ആശാൻ എന്നുള്ളത് പോലെ തന്നെയാണ് ശിവനെയും കമലിനവിടെ നോക്കി നിൽക്കുന്നതും ഒക്കെ. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ആരും എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം ഇങ്ങനെ ശിവൻ്റെ അടി കൊണ്ടിങ്ങനെ കിടക്കുകയാണ്. അന്നേരം ഇതെല്ലാം കണ്ടിട്ട് കമലിനാണെങ്കിൽ ശിവനെ ആശാനെന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ആശാൻ പുലിയല്ല കേട്ടോ, പുലിയാണ് എന്നിങ്ങനെ കമലൻ പറയുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ ഇങ്ങനെ ചാടി അങ്ങോട്ട് ആ ജീപ്പിൻ്റെ ബോണ്ടിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട്. ആ മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വീണ് കിടക്കുകയാണ്. എന്നിട്ട് അവർ തിരിച്ചു പോവുകയാണ്. അന്നേരമാണ് ഇപ്പം കമലൻ പറയുന്നത് ആശാൻ പുലിയല്ല പുലിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ സാമ്പിളല്ലേ, ഒറിജിനൽ വെടിക്കെട്ടിന് വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വണ്ടിയെടുത്ത് ശിവനോടൊപ്പം ശിവനും കമലിനും കൂടി പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം വിഷ്ണു കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ കമലിനവിടെ വരികയാണ് ചെയ്യുന്നത്. തൻ്റെ ആശാനൊപ്പമുള്ള ഒരാൾ എന്നുള്ളൊരു തോന്നലിൽ തന്നെയാണ് ശിവനോടൊപ്പം കമലിനവിടെ പോവുകയൊക്കെ ചെയ്യുന്നത്. ഇത്രയും സീനുകളാണ്. അതിനുശേഷം അവിടെ കളക്ട്രേറ്റിൽ തിരിച്ചെത്തിയ ശാലിനി ഇങ്ങനെ ആ വീട്ടിലുണ്ടായ സംഭവങ്ങളും രാഘവൻ നായർ വിഷ്ണു എന്ന് വിളിക്കുന്നതും ശിവൻ്റെ ആ ഒരു രീതിയും പെരുമാറ്റവും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഇത്രയും സീനുകളാണ് ഈ ഒരു പ്രൊമോയിൽ വന്നിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡിലുള്ളത് തന്നെ ആയിരിക്കണം. ബാക്കി എന്താണ് ശാലിനി ഇനി എന്ത് വഴി കാണും എന്നുള്ളതും ബാക്കി അന്വേഷണം റസാക്ക് എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ രേഷ്മയുടെ ആ ഉള്ളിലെ രഹസ്യങ്ങളൊക്കെ കണ്ടെത്തുന്നതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.